Praise the Lord. A very good morning to you all. Hallelujah. Hope you all are happy. Hallelujah. Let us lift the name of Jesus this morning. Hallelujah. Bless everyone with a wonderful, supernatural, glorious Friday. Hallelujah. Udana sheko rasi kamara dike siko rasi karalaba. ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. ഇഫ് വി ആർ നോട്ട് പ്രൈസിങ് ദ ഗാഡ്, ഹല്ലേലൂയ. നാനാനാമ ഷേക്കോ റസിഖാരബ. ഹല്ലേലൂയ. വി ആർ നോട്ട് ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു പദവിയാണല്ലോ. ഹല്ലേലൂയ. ഓദാനാ ഷേക്കോ റസിയ. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അഡോനായെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാദിനാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാദിനാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താതൻ താലോലിച്ചടച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനെ, നാദിനാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി ചില ദിവസങ്ങൾ മാത്രമാണ് ഈ വർഷം തീരാൻ, അല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇത്ര ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവും. നമ്മൾ ദൈവത്തോട് ചോദിക്കാത്ത, അറിയിക്കാത്ത എത്ര നന്മകളാണ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകിയേക്കണേ. ഹല്ലേലൂയ. എത്ര ദൈവത്തെ. അതുകൊണ്ട് തന്നെ പ്രൈസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Hallelujah. Praising has got an important role in our Christian life. Hallelujah. ഇപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ഒരു സന്തോഷം നമുക്ക് ലഭിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ലഭിക്കുമ്പോഴോ, ഒരു സൗഖ്യം ലഭിക്കുമ്പോഴോ മാത്രമല്ല കർത്താവിനെ നമ്മൾ സ്തുതിക്കേണ്ടത്. നാൾ തോറും നമ്മൾ, നിമിഷം തോറും, എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അമ്മയെപ്പോലെ താലോലിക്കാൻ നമുക്കൊരു കർത്തനുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ മാർ കിടന്നുറങ്ങുമ്പോൾ ലഭിക്കുന്ന സമാധാനം, ഹല്ലേലൂയ, സ്വർഗീയ സമാധാനമാണ്. ദാറ്റ് പീസ് നമുക്ക് ഈ ലോകം ഒരിക്കലും, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കത്തില്ല. വാട്ട് എവർ ഹാപ്പൻസ് അലബ ഷകലബ. സാധാരണ നമ്മളൊക്കെ കർത്താവിനെ അറിയുന്നതിന് മുന്നേ, അല്ലേ, നമ്മളൊക്കെ ഒരു സമാധാനത്തിന്, ഒരു റിഫ്രഷ്മെൻറ്റിന്, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന പോലെ നമ്മളൊക്കെ പോയി ചെന്നിരിക്കുന്നത് എവിടെയാണ്? ഒരു ബീച്ചിലാണ്, അല്ലേ? ഹല്ലേലൂയ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്നാൽ നല്ല സമാധാനം കിട്ടും. ഹല്ലേലൂയ. ഓ റീഖാരാപ്രാസ്യ. ജെൻറ്റിൽ ബ്രീസ് നമ്മുടെ മേൽ അടിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കും. ശരിയാണ്,
നമുക്ക് സമാധാനം ലഭിക്കും. പക്ഷേ ആ പീസ് എന്ന് നിലനിൽക്കുന്നതാണോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഓ റീകോ റസി ഖാരാബറതിക്കെ. സോ ഹൗ എക്സാക്ട്ലി ക്യാൻ യു ലെറ്റ് പീസ് ടേക്ക് ചാർജ് ഓഫ് അവർ ലൈഫ്? ദൈവത്തിൻ്റെ സമാധാനം എങ്ങനെയാണ് നമ്മളിൽ വാഴുന്നത്? Hallelujah. Let us go to today's promise. Hallelujah. Today's promise is from Colossians 3:15. Let the peace of Christ rule in our hearts. ഓ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹല്ലേലൂയ. തലാബാഷേക്കോ റസിഖാരാബ രീതിക്കോ. ഇപ്പോൾ ശരിയാണ്, എല്ലാ ഭവനങ്ങളിലും എല്ലാവരും ഇപ്പം മതഭേദം നോക്കാതെ ക്രിസ്മസ് ആഘോഷിച്ചു. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു, മധുരമൊക്കെ കഴിച്ചു, സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ് അല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഒരു ദിവസം നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ കൂടെ ഇരുന്ന് സന്തോഷമായിട്ടിരുന്നെങ്കിൽ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിൽക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ക്രിസ്മസ് ദിവസം മാത്രമല്ല എന്നും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വന്ന് വാണ് ആ സമാധാനം സന്തോഷം എപ്പോഴും നമ്മൾ നിലനിൽക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. Lord is going to fill each one of you with His abundant peace. Hallelujah. Divine peace. Hallelujah. Oh Rico Rasi Karabarasya. This peace is very important for us to live in this world. Hallelujah. നമ്മൾ പത്രമാധ്യമങ്ങൾ മീഡിയകൾ എടുത്തു നോക്കിയാൽ ഹല്ലേലൂയ എന്തൊക്കെ വാർത്തകളാണല്ലേ? ഹല്ലേലൂയ. ഫസ്റ്റ് when we get up, എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യു ഹാവ് ടു റീഡ് ദ വേർഡ് ഓഫ് ഗാഡ്. നമുക്ക് ഈ വേൾഡിൽ നിന്നല്ലേ പലതരം പീസിനെ കുറിച്ച് പറയണം. വേൾഡ് പീസ്, എന്താ പറയുക, ഇന്നർ പീസ്, പീസ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. സോ ഈ വേൾഡ് പീസ് എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും നമുക്ക് എക്സിസ്റ്റ് ചെയ്യണ കാര്യമല്ല. എവറിത്തിങ് ഇസ് ടെമ്പററി അല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഇന്നർ പീസ്, നമ്മുടെ ഈ പീസ് വിത്ത് ഗോഡ് നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലങ്ങൾ, നമ്മുടെ ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും അല്ലേ? ഹല്ലേലൂയ. നമുക്കറിയാം യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നു, കിണറ്റിനുള്ളിൽ ഇട്ടിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ നമ്മുടെ പൗലോസ്, നമ്മുടെ പത്രോസ് അല്ലേ, അവരൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവരെങ്ങനെയായിരുന്നു? ആ സിറ്റുവേഷൻസിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സമാധാനമാണ് ദൈവമക്കളെ അവരെ അവിടെ നിലനിർത്തിയത്. ഉദാരഗതികസ്യാന്തരാലപശന്തരപ. യോഹന്നാനെ പത്മോസിൽ നാടുകടത്തി. ആ പത്മോസിൽ യോഹന്നാൻ ഒറ്റപ്പെട്ടപ്പോൾ അവിടെ ദൈവ സാന്നിധ്യമാണ് യോഹന്നാനെ പിടിച്ചു നിർത്തി അവിടെ നിന്ന് ഇത്രയും ലേഖനങ്ങൾ എഴുതുവാൻ കൃപ ചെയ്തത്. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ പ്രസൻസ്, കർത്താവിൻ്റെ ഗ്ലോറി നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ദൈവമക്കളെ കുനാന ഷാഖാറാബ, വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ, യു വിൽ ഹാവ് ദറ്റ് ഗോഡ്സ് പീസ് വിത്തിൻ us. ഹാലബ ഷഖലബ റിഖാറാബ്ര സികോ റസിഖാറാബ. Peace with God, that is very important in our life. We are all sinners അല്ലേ? നമ്മളെല്ലാം പാപികളായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ബട്ട് വി ഹാവ് ടു ബി സേവ്ഡ്. നമ്മൾ രക്ഷ സ്വീകരിക്കണം. കർത്താവിനെ കർത്താവുമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ Christ will come in us and rule in us, and we will be filled with the peace of God. Romans 5:1 പറയുന്നു, therefore since we have been justified through faith, we have peace with God through our Lord Jesus Christ. ഹല്ലേലൂയ. അതിൻ്റെ മലയാളം വാക്ക് നമുക്ക് വായിക്കാം. കുദാന സേക്കോ റസിഖാരബേഷേന്ദറബ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം സമാധാനം ഉണ്ട്. ഹല്ലേലൂയ. താലാബാഷേക്കോ റസിഖാരാബറിതിക്കെ ഉടാനാദൂരകെ സ്യാന്തരാരബശന്തര. സോ നമ്മളെ
രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഹല്ലേലൂയ ദൈവത്തോട് നമ്മൾ ശത്രുക്കളായിരുന്നു അല്ലേ. ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഉള്ളിൽ, ദൈവം നമ്മുടെ ഉള്ളിൽ, ഹോപ്പ് ഓഫ് ദ ഗ്ലോറി came into our hallelujah spirit. Hallelujah, we have peace. Hallelujah. Oh rico rasi khala. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4:6 മുതൽ 7 വരെ നമ്മൾ വായിക്കുമ്പോൾ ഉദാനാസിക്കോ റസി ഖാലാവൃതികെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. ഥാലാബാഷിക്കോ റസിക. സകല ബുദ്ധിയെയും കവിയുന്ന. എന്താണ് സകല ബുദ്ധിയെയും കവിയുന്ന? ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിന് നമുക്ക് നൽകാത്ത, നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത സ്വർഗീയമായ സമാധാനമാണ്. അത് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനമാണ്. ക്രിസ്തുവിലൂടെ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പീസ് ഓഫ് ഗാഡ് which transcends all understanding will guard your hearts and your minds in Christ Jesus. Hallelujah. So let us be thankful to God. Let the peace of Christ rule in our hearts. എന്തുകൊണ്ടാണ്? Since we are all ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. We are all the members of one body. And hallelujah. So we have to be always thankful to God. Not murmuring. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കർത്താവേ എന്നാൽ നീ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം തന്നല്ലോ. Don't say that. Hallelujah. കർത്താവ് has given everything to us. Alabasha kalaba oriko rasi khalabrasya daralabashandaraba. ഈ കൊലോഷ്യൻ നമ്മൾ പെട്ടെന്ന് പരിശുദ്ധാത്മ ഓർപ്പിക്കുന്ന ഒരു വചനമാണ്. സമാധാനത്തെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ചിലർക്ക് എന്താ പറയുക, എവിടെ ചെന്നാലും കുത്തിത്തിരിപ്പും ഡിവിഷനും ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട് അല്ലേ. അവരുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. ഹല്ലേലൂയ. എങ്കിലല്ലേ ഇപ്പം നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനത്തോടെ ഇടപെടാനും അവരോട് സമാധാനത്തോടെ പെരുമാറാനും സമാധാനം ഉണ്ടാക്കുവാനും നമുക്ക് കഴിയത്തുള്ളൂ അല്ലേ. ഹല്ലേലൂയ. താലാബാഷേക്കോ റസി ഖാലാബ. ക്രിസ്തു യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, വാഴുകയാണെങ്കിൽ, ഹല്ലേലൂയ ദൈവമക്കളെ എഴുതി വെച്ചോ. ഹല്ലേലൂയ. അവരെവിടെ സിറ്റുവേഷൻ, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും they will stand strong with God's peace. Hallelujah. Oriko rasika rabarasya oridibigeshiko rasika. മെയിനായിട്ടും ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴണമെങ്കിൽ ദൈവമക്കളെ, നമ്മളിൽ ജഡിക സ്വഭാവങ്ങൾ നമ്മൾ എടുത്ത് മാറ്റണം. ഹല്ലേലൂയ. റിഖാര റാസിക്കോ റസി. എന്തൊക്കെയാണ് നമ്മൾ കൊലോസിയൻസ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഹല്ലേലൂയ. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോഴോ നിങ്ങളും കോപവും ക്രോധവും ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ നിങ്ങൾ വിട്ടുകളയുവിൻ. അന്യോന്യം ബോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തൻ്റെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അല്ലേ. നമ്മളെ 1 കൊരിന്ത്യർ 5:17 പറയുന്ന പോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നു. ഇനിയും നമ്മളിൽ ചില ജഡ സ്വഭാവങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ
പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അത് കണ്ടെത്തി ഹാലേലൂയ അതിനെ ഓരോ ദിവസവും നമ്മളെ മരിപ്പിക്കണം ദൈവമക്കളെ. ഹാലേലൂയ. നമ്മുടെ പഴയ മാനിനെ നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ ഡെഡാക്കുന്നോ മരിപ്പിക്കുന്നോ അത്രത്തോളം ദൈവശക്തി ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഒഴിഞ്ഞ പാത്രം, ഒഴിഞ്ഞ തുരുത്തിയിൽ, പുതിയ തുരുത്തിയിൽ, ഹാലേലൂയ, ഓ രാമന ശകലബ, പുതിയ തുരുത്തിയിൽ മാത്രമേ ദൈവത്തിന് ഹാലേലൂയ പുതിയ വീഞ്ഞ് പകരുവാൻ കഴിയത്തുള്ളൂ. ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എൻ്റെയും ഉൾപ്പെട്ടാണ് ഞാൻ ഈ പറയണേ. നമ്മുടെ ജീവിതത്തിൽ 2026 നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കണ എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഹാലേലൂയ. ആ സ്വഭാവങ്ങൾ നമ്മളെല്ലാം മാറ്റി. പലപ്പോഴും പലരും പറയാറുണ്ട്, നമുക്ക് സ്വയം ഒന്നും കഴിയത്തില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കണം. നമ്മൾ പണിയപ്പെടാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. അവിടെ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പല കംഫർട്ട് സോണിൽ നിന്നും പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ. പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ നിൽക്കുന്ന പല കംഫർട്ട് സോണിൽ നിന്നും പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റും. നമ്മളെ ചില വ്യക്തികളെ നിന്ന് നമ്മളെ ഡിസ്കണക്ട് ചെയ്യും. അർത്ഥലാലവ ശന്തരബേ പുതിയ ചില സിറ്റുവേഷൻസിൽ നിന്ന് നമ്മളായിരിക്കുന്ന ചില നമുക്ക് സന്തോഷം തരുന്ന അർത്ഥലാലവ ശന്തര ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയാത്ത ചില മേഖലകൾ നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാവരുടെയും, നിങ്ങൾ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് എല്ലാം എടുത്തു മാറ്റും. അതൊക്കെ നമുക്ക് മുറിവേൽക്കുന്നതാണ്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലയിടത്ത് മുറിവേൽക്കുമ്പോഴാണ് നമ്മൾ പണിയപ്പെടുന്നതെന്ന് ഓർക്കുക. അത്താലാലവ ശന്തലബേ ഉദാലഗതികസ്യ പലരും പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ കൂടുതൽ കർത്താവിനോട് അടുക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ മുറിവേൽക്കുന്നത്. ശരിയാണ്. വചനം കേൾക്കുകയും വചനം ഒരു ദൈവഭയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് മുറിവുകൾ ഏൽക്കും. അത്തലാലവ ശന്തലബേ നമുക്ക് സന്തോഷം തരുന്ന പല ഷുഗർ കോട്ടഡ് കാര്യങ്ങളുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. അത്തലാലവ ശന്തരബ പരിശുദ്ധാത്മ വ്യക്തമായ വിഷയത്തിൽ ഇടപെടുകയാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കാതെ God can use രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അധാലഗതികസ് ഈ ബലഹീനതകളിലും അവിടെ നിന്നുകൊണ്ട് കർത്താവിന് ഇല്ല ഞാനിതെല്ലാം പണ്ട് എനിക്കറിയാം ഒരിടയ്ക്ക് ഒരു about I think 2021 I think I was having severe health issuesലൂടെ ഞാൻ കടന്നുപോയൊരവസ്ഥയാണ്. അപ്പോഴൊക്കെ ഞാൻ ശുശ്രൂഷയും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഹല്ലേലൂയ, വാട്ട് യു ആർ ഗോയിങ് ത്രൂ ആൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു. ഹല്ലേലൂയ, നിങ്ങൾ എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ അത് ചെയ്യുന്നത്. ഹല്ലേലൂയ, അതൊക്കെ മാറട്ടെ ദൈവമക്കളെ. രോഗം സൗഖ്യമായിട്ടോ നമുക്ക് എഴുന്നേറ്റ് നടക്കാമെന്ന് ആയിട്ട് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാമോ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ, അത്തലാലവ ശന്തരബേ നമ്മുടെ സിറ്റുവേഷൻസ് അറിയാവുന്ന കർത്താവ് തന്നെയാണ് നമ്മളോട് ഈ പ്രഭാതത്തിൽ പറയുന്നത്. നീ ആയിരിക്കുന്ന അവസ്ഥ കർത്താവിൻ്റെ കരങ്ങൾ നീ ഏൽപ്പിക്കുക. 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിൽ. ശിഷ്യന്മാർ പറഞ്ഞു, ഹാലേലൂയ, അല്പമേ ഉള്ളു കർത്താവേ, അതെല്ലാവർക്കും തികയത്തില്ല. ഇവിടെ നിയർലി about 3,000-4,000 ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ ചെറിയ അപ്പം കൊണ്ട് എന്നാ ചെയ്യാനാ? കർത്താവിനറിയാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. He knew what he is going to do. Hallelujah. He knew that it will multiply. He knew his heavenly Father. Hallelujah. എൻ്റെ കർത്താവിന് കഴിയാത്തതായ ഒന്നുമില്ല. താലാബ ഷാകാലാബ. ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ് ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എക്സാമ്പിൾ. What all situation I went through. Hallelujah. ശുശ്രൂഷകർ പലരും പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ,
ആദ്യം നിങ്ങൾ എന്താ പറയുക, യു കം ഔട്ട് ഫ്രം ദ സിറ്റുവേഷൻ ആൻഡ് ദെൻ യു ഡു ദ ഗോഡ്സ് മിനിസ്ട്രി. നെവർ എവർ. അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. തലബ ഷേക്കോ റസിഖാരബ. നിനക്ക് അല്പമേ ഉള്ളോ, അല്പം ആരോഗ്യം ഉള്ളോ, ഹല്ലേലൂയ, അല്പം സൗഖ്യമേ ഉള്ളോ, അല്പമേ നമ്മുടെ കരത്തിലുള്ളോ, അത് കർത്താവിൻ്റെ കരത്തിൽ. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവെ, എനിക്കുള്ള അല്പം, ഞാനായിരിക്കുന്ന എന്താണെന്ന് കർത്താവിനറിയാം. അല്പത്തെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുക. അപ്പാ, അങ്ങ് അതിനെ ഹല്ലേലൂയ വാഴ്ത്തി അനുഗ്രഹിച്ച് അപ്പൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാട്ടെ എന്നീ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് വ്യതിചലിച്ച് അങ്ങോട്ടേക്ക് പോയി. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഇങ്ങനെയുള്ള ജഡിക സ്വഭാവങ്ങൾ നമ്മൾ ഓരോരുത്തരിലുമുണ്ട്, എന്നിലുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേൽപ്പിച്ച് അവിടെ നമ്മൾ പണിയപ്പെടണം. ഹല്ലേലൂയ. അതിനെല്ലാം മരിപ്പിക്കണം. ഹല്ലേലൂയ. ആ ഫ്ലഷിനെ മരിപ്പിക്കുമ്പോഴാണ് ദൈവശക്തി നമ്മളിൽ മേൽ ശക്തമായി ഇറങ്ങുന്നത്. ദൈവിക നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഓ റീകാലാബ്രാസിയ. വെൻ വി ആർ ഏറ്റവും കൂടുതൽ നമ്മൾ പീസ്ഫുൾ ആവുന്ന എപ്പോഴാണ്? ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഉള്ളത്തിൽ നിറയുമ്പോഴാണ്, അല്ലേ? ഹല്ലേലൂയ. So we have to put to death, hallelujah, whatever that is belongs to this earth, hallelujah, whatever that belongs to this earthly nature, hallelujah. Rikala brasiko rasikaraba. ഓ റീകോ റസി. അങ്ങനെയുള്ള hallelujah വ്യക്തിയുടെ ഉള്ളിൽ you are going to experience a greater degree, ഒരു വലിയ ഹാലലിയ പ്രസൻസ്. ഓ റീക്കോ ഇപ്പോൾ ഇറങ്ങുകയാണ്. കുദാലക ദിഗസ്യ റീഖാലവസന്തരബേ അർത്തലാലവശന്തരബേ റീക്കോ റബസന്തരബ. പൗലോസ് കടന്നുപോയ സിറ്റുവേഷൻസിൻ്റെ ഒരക്ഷരം നമ്മൾ കടന്നു പോയിട്ടുണ്ടോ ദൈവമക്കളെ? What all things he have done. He had done for the kingdom of God. He wrought many എത്ര സ്വർണ്ണ ലിഖിതങ്ങളാണ് നമുക്ക് തന്നത്. ആ കാരാഗ്രഹത്തിൻ്റെ സിറ്റുവേഷൻ ഒരു അംശം പോലും അവിടെ സന്തോഷിക്കാൻ ഒന്നുമില്ല അവർക്ക്. ഹാലഭശന്തരബേ അത്തലാലഭശന്ത്ര ലേഖനങ്ങൾ എഴുതി അവിടെ ഇരുന്നു കൊണ്ട് എന്താ പറയുക, പുറത്തുള്ളവരെ ആശ്വസിപ്പിക്കുന്ന അപ്പോസ്തലനായിരുന്നു. ഉദാരഗതികസ്യ റീഖാലഭസന്തരബേ അത്തലാലഭസ ഉദാരഗതികസ്യ. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഒഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാം, എന്നിട്ട് ഞാൻ സുവിശേഷം പറയാം, എന്നിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങാം. നോ നോ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കർത്താവിന് വേണ്ട. കുദാലഗതികസ്യ. സോ സബ്മിറ്റ് ourselves. നമ്മൾ എന്താണോ, കർത്താവിന് നമ്മുടെ കഴിവ് വേണ്ട, കർത്താവിന് നമ്മുടെ എബിലിറ്റി വേണ്ട, കർത്താവിന് നമ്മുടെ ഫൈനാൻസ് വേണ്ട, കർത്താവിന് നമ്മുടെ ആരോഗ്യം വേണ്ട, ഇതൊന്നും വേണ്ട എന്നുള്ളതാണ് കർത്താവിൻ്റെ യോഗ്യത. ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ആലിൽ മുക്കുമാരെയാണ് കർത്താവ് തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അവർക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നിട്ടാണ് അവരൊക്കെ ലേഖനങ്ങൾ വരെ എഴുതി, അല്ലേ? ഹല്ലേലൂയ. ദാറ്റ് ഈസ് അവർ ഗോഡ്. കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ ദൈവമക്കളെ. നമുക്ക് സ്വന്തമായിട്ട് ബോസ്റ്റ് ചെയ്യാൻ വി ഹാവ് ഗോട്ട് nothing in our lives. Hallelujah. നമ്മുടെ കുറവുകൾ, നമ്മുടെ ഇല്ലായ്മ ഒക്കെ തന്നെയാണ് കർത്താവിൻ്റെ, നമ്മുടെ അവൈലബിലിറ്റി മാത്രമാണ് സ്വർഗത്തിലെ കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ നമ്മുടെ തമ്മിൽ സ്നേഹിക്കുക, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നത് നമ്മളത് പുറമേ കാണിക്കുക. സ്നേഹം കണ്ട് പലരും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അവർ ക്രിസ്തുവിലേക്ക്, നമ്മളിലേക്കല്ല ക്രിസ്തുവിലേക്ക്, അവർ ക്രിസ്തുവിലേക്കാണ് വരുന്നത്. ക്രിസ്തുവിലേക്ക് അവർ ആകർഷിക്കപ്പെടും. ഈ ദിവസങ്ങൾ അവർ കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കും. ആലല്ലേ, നമ്മുടെ ഉള്ളിൽ സമാധാനം നിറഞ്ഞാലല്ലേ നമുക്കൊരാളെ നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കും, അവർക്ക് സമാധാനം പകർന്നു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. So let us all be this morning, I am blessing each and everyone who is hearing this message, be filled with God's peace, abundant peace, a river of peace flow ചെയ്യട്ടെ എല്ലാവരുടെ ഹൃദയങ്ങളിലും. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Daddy bless each and everyone who is hearing this message, a wonderful supernatural peaceful
abundant peaceful hallelujah Friday hallelujah. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികൾ ഈ പ്രഭാതത്തെ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന മകനെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനായി അങ്ങയുടെ തിരുമുറിവിനാലും സൗഖ്യം പ്രാപിച്ചതിനായി നന്ദി കർത്താവെ. ദൈവത്തിൻ്റെ ശക്തിയാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ. ദൈവശക്തി ആ ഹോസ്പിറ്റലിനുള്ളിൽ ഇറങ്ങണം, ആ റൂമിനുള്ളിൽ ഇറങ്ങണമേ കർത്താവെ. let the healing anointment flow through him daddy. കുടഞ്ഞ് ചാടി എഴുന്നേക്കട്ടെ കർത്താവെ. ദൈവം ഇവിടെ ഒരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം ഈശോപ്പിച്ചെടുത്താട്ടെ. സകല പ്രാർത്ഥനയാചനപ്പിച്ചുകൊണ്ടിരിക്കായി സ്തോത്ര സാലോ ഞങ്ങൾക്ക് വേണ്ടി ചേർവെച്ച് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, നമുക്ക് ഇന്നലെ തേഴ്സ്ഡേ മീറ്റിംഗ് ഞാൻ വെച്ചില്ല. ഐ ടോൾഡ് യു ദ റീസൺ. Again we have a wonderful New Year meeting on 29th. 29 നമ്മളൊരു പ്രോഫറ്റിക് മീറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നിങ്ങൾക്കറിയാം, എല്ലാവരെയും ആ മീറ്റിങ്ങിൽ കൊണ്ടുവന്നാട്ടെ. 29 രാത്രി 8 മണിക്കാണ് നടക്കണേ. 8 മണിക്ക് പ്രാർത്ഥനയോടെ കടന്നു വരിക. 2026 നമുക്കുള്ള ദൂത്, നമുക്കൊരു വലിയ പ്രോഫറ്റ് നമ്മുടെ നടുവിൽ വരുന്നുണ്ട്. He will pray for us and we will be praising the God, and we are going to receive God's word from God for 2026. കേട്ടോ, ആരും മറന്നു പോകരുത്. തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ്. ടുഡേ ഈസ് ഫ്രൈഡേ. ഇനി 2 ദിവസം കൂടിയുള്ളൂ. നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ആ മീറ്റിങ്ങിൽ എല്ലാവരും കടന്നു വരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി again we'll meet tomorrow with another blessing word. May God bless you all. Bye bye. If you got any prayer requests, you can WhatsApp me at my number 813-88-14577. If you need the salvation class also, you can text me. Also from 2026 we'll be having Bible class from January 8th onwards. That will be on all Tuesdays. So the timing will be 7 o'clock or 8 o'clock. That I will remind you later. So get ready for all those things that's happening on 2026. Pray for that. God is going to do wonderful and marvelous things in our lives in 2026. Okay, may God bless you. Bye bye.